അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 presents YXO കേരള. YXO കേരള എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾഡർ ജനറേഷനും യങ്ങർ ജനറേഷനും ഒരുപോലെ മുഖാമുഖം ഏറ്റുമുട്ടാൻ എത്തുന്ന ഒരു വേദിയാണ്. ഇവിടെ GK റൗണ്ട് ഉണ്ട്, ഗെയിം ആക്ടിവിറ്റി റൗണ്ട് ഉണ്ട്. പോരാഞ്ഞിട്ട് ഓൾഡർ ജനറേഷൻ്റെ അടുത്ത് യങ് വൈബിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന, യൂത്തിൻ്റെ അടുത്ത് കുറച്ച് ഓൾഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന റൗണ്ട്സും ഉണ്ട്. സോ വളരെ രസകരമായിട്ട് തന്നെ ഞങ്ങളുടെ എപ്പിസോഡ്സ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല റെസ്പോൺസസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എന്തായാലും മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡും അണിയിച്ചൊരുക്കി ഞങ്ങൾ ഇതാ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം കേട്ടോ. നമ്മുടെ O ടീമിൽ നിന്നും Y ടീമിൽ നിന്നും ആരൊക്കെയാണ് ഇന്ന് എത്താൻ പോകുന്നതല്ലേ. സോ ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നേ ഇല്ല, നമ്മുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ടീം O. ഓക്കെ, അപ്പോൾ ദേ കണ്ടില്ലേ, പഴമയുടെ കൂട്ട് പിടിച്ച് നമുക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ O ടീമിലെ ആൾക്കാരെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ദേ 2 സാറന്മാരും ചേച്ചിയായിട്ട് മത്സരിക്കാൻ എത്തുന്ന ആ യങ് ടീമിനെ നമുക്കൊന്ന് കണ്ടാലോ? കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ YXOയിലെ The Y ടീമിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ടീം Y. അപ്പോൾ നമ്മുടെ YXOയിലെ Y ടീം എത്തിക്കഴിഞ്ഞു. മിടുക്കരായിട്ടുള്ള ഈ 3 പേരിൽ നിന്ന് തന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ? ഓക്കെ, പേര്, ഏത് സ്കൂളിലാണ്, ക്ലാസ്സിലാണ്? എൻ്റെ പേര് വൈഷ്ണവ്. ഞാൻ ഭാരതീയ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ നിന്നാണ് വരുന്നത്. എത്ര ക്ലാസ്സിലാമോ പഠിക്കുന്നത്? 7th. ഓക്കെ, 7th ഏറ്റവും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ ഒരു വിഷയം ഏതാണ് മോന്? മാത്സ്. മാത്സ് തന്നെയാണോ? കൂടുതൽ കുട്ടികളും മാത്സ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പമായിട്ട് തോന്നിയതോ? സയൻസ്. സയൻസ് ആണ്. എന്താണ് ആഗ്രഹം? എന്താണ് വലുതാവുമ്പോഴത്തേക്കും ഇന്ന ആളാകണം, ഇന്ന ആളെ പോലെ ആകണം, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആരെ പോലെ ആകണം? CEO. CEO ആവണം. എന്തിന്റെ CEO? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഈ പറഞ്ഞ മാതിരി ഒരു CEO ആവണം. ഓക്കെ, ഇനി മുകളിലേക്ക് വരുമ്പോൾ എൻ്റെ പേര് ഗായത്രി സന്തോഷ്. ഞാൻ ഭാരതീയ വിദ്യാപീഠത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഒരു സ്കൂളാണ്, പക്ഷേ സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 സ്കൂളിൽ വെച്ച് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ക്വിസിനൊക്കെ പോകുന്ന ആൾക്കാരാണോ? അത്യാവശ്യം പോകും. ഓക്കെ, ചിരി നല്ലതാണെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? കുറച്ച്. ഈ മുടിയുടെ രഹസ്യം എന്താണ്? എന്തെങ്കിലും പ്രത്യേക എണ്ണ വല്ല അമ്മ കാച്ചി തരുന്നുണ്ടോ? അതോ പ്രത്യേകിച്ചൊന്നുമില്ല, യൂട്യൂബിൽ നോക്കി റോസ്മേരി എണ്ണ കാച്ചി തരും. ഓ, റോസ്മേരി എണ്ണ യൂസ് ചെയ്യുന്നുണ്ടോ? അടിപൊളി. എന്നിട്ട് എങ്ങനെയുണ്ട് റോസ്മേരിയുടെ? അത്യാവശ്യം എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് ഉണ്ട്. ഈ ബാക്കി യൂട്യൂബിൽ നിന്ന് എന്തൊക്കെയാണ് മോള് കാണാറുള്ളത്? റീൽസ്. പിന്നെ ആവശ്യം വരുമ്പോ ഈ GK ആവശ്യം, അത്രയേ ഉള്ളൂ. എന്നാൽ റീൽസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള റീൽസ് ആരുടെയാണ്? റീൽസ് അങ്ങനെ ചോദിച്ചാ ഈ ചട്ടമ്പീസിന്റെ ഡാൻസ് ഒക്കെ ഇഷ്ടമാണ്. പ്രവീൺ പ്രണവിന്റെ 2 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ വന്നൊരു കുഞ്ഞും പറഞ്ഞു പ്രവീൺ പ്രണവിന്റെ ഡാൻസ് ഒക്കെ ഇഷ്ടമാണെന്ന്. ഓക്കെ, പിന്നെ വേറെ എന്തുണ്ട്? ആരാകണം എന്തെങ്കിലും? ഡോക്ടർ ആവണം. എന്തിന്റെ ഡോക്ടർ ആവണമെന്നല്ലോ? പീഡിയാട്രീഷ്യൻ. എന്തുകൊണ്ടാണ്? വൈ പീഡിയാട്രിക്? എനിക്ക് കൊച്ചു പിള്ളേരെ, കിഡ്സിനൊക്കെ ട്രീറ്റ് ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മുമ്മ. അനിയത്തിയുണ്ട്. അനിയത്തി എത്ര വയസ്സിലായി? 7th സ്റ്റാൻഡേർഡ്. അനിയത്തി 7th സ്റ്റാൻഡേർഡ്. മോള് 8th. അയ്യോടാ, 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ചേച്ചി അനിയത്തി ബോണ്ടിങ് ആണോ? കുറച്ച് അടിപിടിയാണോ? എങ്ങനെയാണ്? അടിപിടിയാണ്. കാരണം ഒരേ ഓൾമോസ്റ്റ് പ്രായമൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഈ പീഡിയാട്രിക് ആകുമ്പോഴത്തേക്കും കുഞ്ഞു പിള്ളേർ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരില്ലേ, വാവകളേക്ക്? അതെങ്ങനെയാണ്? അതൊക്കെ ഞാൻ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തെങ്കിലും ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത്. ഓക്കെ, അപ്പൊ അനിയത്തിയായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന കാര്യം എന്റെ പെണ്ണെടുക്കുമ്പോൾ പേനെടുത്തോണ്ട് ഡ്രസ്സ് വല്ലതും എടുക്കാറുണ്ടോ? കാരണം ഡ്രസ്സ് അങ്ങനത്തെ എടുക്കാറില്ല. എന്നിട്ട് ആൾക്കും മോൾക്ക് ഒരേപോലെ ഇഷ്ടങ്ങളുണ്ടോ? അതോ രണ്ടുപേരും? എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത്, അവർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നത്. 2 പേർക്ക് ഒരേ ഇഷ്ടം തന്നെയാണോ? ഏകദേശം ഓൾമോസ്റ്റ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനി മോനിലേക്ക് വരുമ്പോ ഇവിടെ ഒരാൾ CEO, ഒരാള് എന്താ പറയുക ഡോക്ടർ. ഇനി മോൻ എന്താണ്? പേരെങ്ങനെയാണ്? എത്രാം ക്ലാസ്സിലാണ്? എൻ്റെ പേര് ശ്രീഹരിജി. ഞാൻ ഭാരതീയ വിദ്യാപീഠത്തിൽ തന്നെയാണ് പഠിക്കുന്നത്. 7th സ്റ്റാൻഡേർഡിലാണ്. എന്താണ് ഈ സ്മാർട്ട് പയ്യന്റെ ആഗ്രഹം? എന്താണ്? എൻ്റെ ആഗ്രഹം വലുതാകുമ്പോൾ ഒരു IPS ഓഫീസർ ആവണം. IPS ഓഫീസർ ആകണം. IAS ഇല്ല, നമ്മൾ IPS ഒതുങ്ങാൻ തീരുമാനിച്ചു. അത് മതി. വീട്ടിലാരൊക്കെയുള്ള മോന്റെ? വീട്ടിൽ അമ്മയും അച്ഛനും ഞാനും മാത്രം. അച്ഛനും ഞാനും മാത്രമാണ്. എപ്പോഴെങ്കിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അമ്മയുടെ അച്ഛനും പറയാറുണ്ടോ? പറയാറുണ്ട്. എന്നിട്ട് അവരെന്നാ പറയുന്നത്? അവരുടെ റെസ്പോൺസ് എന്താണ്? അങ്ങനെയില്ല, പറയും ഒറ്റപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അതിൽ ഹെൽപ്ലെസ് ആണ്.
അതൊക്കെ വെറുതെ കള്ളത്തരം കേട്ടോ. വിടണ്ട, വിടാതെ പിന്തുടർന്നോളൂ. വന്നിട്ടുണ്ടോ? അച്ഛനമ്മയും വന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടില്ല, അമ്മ അമ്മ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ഓക്കെ, അമ്മയുടെ മുഖത്താണോ? അമ്മയാണോ ചിരിക്കുന്ന ഇരുന്നിട്ട്? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അത് കൊള്ളാലോ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഓ ടീം ഇവിടെ വെയിറ്റിംഗ് ആണ്. സാറിൽ നിന്ന് തുടങ്ങുകയാണ്. സാർ പേരെന്താണ്, എന്തായിരുന്നു ചെയ്തിരുന്നതെന്നൊക്കെ നമുക്കറിയണം. എൻ്റെ പേര് ഉദയകുമാർ. ഉദയകുമാർ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തു. സബ് ഇൻസ്പെക്ടർ ആയിരുന്നു? അതെ, റിട്ടയർ ചെയ്തു 15-ൽ. അതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, സാറിനെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഈ ഗാനമേളകളിലൊക്കെ പാടാൻ പോകുന്ന നല്ല ഭംഗിയായിട്ട് പാട്ട് പാടുന്ന ഒരു ഗായകൻ്റെയൊക്കെ രൂപമാണ്. ഒരു എന്താ പറയുക, സബ് ഇൻസ്പെക്ടർ എന്നൊന്നും മനസ്സിൽ എൻ്റെ വന്നില്ല. പെൻഷന് ശേഷം പാടാറുണ്ട്, പാടാറുമുണ്ട്, അഭിനയിക്കാറുണ്ട്. തികഞ്ഞ കലാകാരനാണ്. ദാസേട്ടന്റെ പാട്ടുകളാണോ സാറേ കൂടുതൽ പാടുന്നേ? യെസ്. അതാണ് ആ താടി, ആ കുറി, എവിടെ ഒരു ദാസേട്ടൻ ടച്ച് കിടക്കുന്നുണ്ട്. ഒരു പാട്ട് നമുക്ക് ദാസേട്ടൻ ഏതെങ്കിലും സാറ് സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ വിദ്യാരംഭ ഒരു പാട്ട് ഓക്കെ സാർ. പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാ വീണയിൽ ഒന്നിഴ പാകി മീട്ടിടുന്നാരോ പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. ഇപ്പം കാക്കിക്കുള്ളിലെ കലാഹൃദയത്തെ നമ്മൾ തൊട്ടറിഞ്ഞ എൻ്റെ ഡയറക്ടർ സാറൊക്കെ പറയായിരുന്നു, MG രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു ചെറിയ ചായയുണ്ട് സൗണ്ടിൽ എന്ന് പറയായിരുന്നു. എന്നാലും സബ് ഇൻസ്പെക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞു. കുറ്റവാളികളെ പിടിക്കുന്ന സമയത്ത് എന്തെങ്കിലും മറക്കാനാകാത്ത ഒരു അനുഭവം ഉണ്ടോ സാറേ? കാരണം ഒരുപാട് കൊടും ക്രൂരത ചെയ്യുന്ന കുറ്റവാളികളുമായിട്ട് അടുത്ത് ഇടപഴകേണ്ടി വന്ന ഒരു ജീവിതമാണ് സാറിൻ്റെ. ഏതെങ്കിലും മോഷണ കേസോ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാറിന് ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിച്ച്, അതായത് വട്ട് കറക്കിയ ഒരു കള്ളനോ ഒരു മോഷണപ്രതിയോ ഭയങ്കര രസകരമായിട്ട് തോന്നി, അങ്ങനെ നമ്മളിപ്പം കേൾക്കത്തില്ലേ, 10-20 മോഷണമൊക്കെ പെറ്റി കേസൊക്കെ ചെയ്തിട്ട് എങ്ങനെ നോക്കിയാലും അവനെ കിട്ടത്തില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സാറിന്? ഉണ്ട്, ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരു പേര് പറയാനുണ്ടോ? ഒരു ടാർസൻ അനി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ടാർസൻ അനിയോ? എന്താ ടാർസൻ അനി എന്ന് വിളിക്കുന്നേ? അയാളുടെ ഇരട്ട പേരാണ് അത്. പുള്ളി ഒരു ഗുണ്ടയൊക്കെ ഇവിടെ ആയിരുന്നു. ടാർസൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലായിരുന്നപ്പോഴത്തേക്കുണ്ട്. ലോക്കപ്പ് കയറ്റി ആരെങ്കിലും ഒക്കെ ഇടിച്ചിട്ടുണ്ടോ സാറേ? അങ്ങനെ കൈ വെക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ ചിരിയിലെല്ലാം ഉണ്ട്. എത്ര പേര് ഇടിച്ചിട്ടുണ്ട്? അങ്ങനെ ചോദിച്ച എണ്ണ ഇല്ല. കുഴപ്പിക്കണ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഒന്നും പറയണോ പറയാതിരിക്കണോ? പെൻഷന് മേടിക്കുന്നുണ്ട് അല്ലേ സാറേ? എന്നാലും ഇടി കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ടല്ലേ? ഉണ്ട്, യോഗ്യതയുള്ളവരുണ്ട്. യോഗ്യതയുള്ളവർ ഇടി കൊള്ളാൻ കിട്ടാൻ യോഗ്യതയുള്ളവർ. അതെന്താണ് സാറേ യോഗ്യത? യോഗ്യത എന്താന്ന് വെച്ചാൽ, ഒന്ന് മോഷണം, 2 സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുക, വീട്ടിലിരിക്കുന്ന ഭാര്യമാരോട് അതിക്രമം കാണിക്കുക, പുറത്തിറങ്ങിയ ഒരു 4 വയസ്സുകാരൻ എന്താണെന്ന് ചോദിച്ചാൽ തൊഴുതിട്ട് പോവും, വീട്ടിൽ ചെന്ന് പെൺപിള്ളയുടെ പിടലിൽ കയറും. അതെ, അങ്ങനെയുള്ള കേസ്. അങ്ങനെയുള്ള ഏറ്റവും സാറിന് വെറുപ്പ് തോന്നിയ കുറ്റവാളികൾ ഏത് കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരെയാണ്? വെറുപ്പ് തോന്നിയത് ഇതൊക്കെ തന്നെയാണ്. എന്നാൽ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്ന സാറിന് സഹിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒട്ടും നന്നായിട്ട് തോന്നുന്നില്ല സാറിന്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സാറിൻ്റെ ഈ പറഞ്ഞ പാട്ടുകാരനാണ്, സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഇനി ഇതാരാണ്? ചേച്ചിയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് വിജയമ്മ. എന്നിട്ട് ഞാൻ ഒരു അംഗൻവാടി ടീച്ചറായിരുന്നു, റിട്ടയർ ആയി. അംഗനവാടിയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? അംഗനവാടിയിൽ 32 വർഷം. 32 വർഷമാണ്. എന്തൊക്കെയാണ് ഉച്ചക്കത്തെ ഫുഡ്? എന്തൊക്കെയാണ് അംഗനവാടിയിലെ? അത് ആദ്യകാലത്ത് ഈ കഞ്ഞിയാണ്. അതായത് അതാ നല്ല ചമ്പാവരി കഞ്ഞി, പയറെല്ലാം ഇട്ട് വെച്ചിട്ടുള്ള. പിന്നെ വർഷങ്ങൾ കഴിയും തോറും പിന്നെ ചോറായി, അവിയലായി, സാമ്പാർ വന്നു. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഇപ്പം അതിനേക്കാളും നല്ല അടിപൊളി ഫുഡാണെന്നാണ് അറിഞ്ഞത്. ഇപ്പൊ അംഗനവാടി ഫുഡൊക്കെ അങ്ങനെ ഫുഡിനോടൊന്നും അങ്ങനെ ഒരിതില്ല. പക്ഷേ നമ്മൾ ആ സർവീസിലിരിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം നഷ്ടപ്പെടുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഹസ്ബൻഡുണ്ട്, 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. 2 പേർക്കും മോന് ഒരു കുഞ്ഞുണ്ട്,
നമ്മുടെ പട്ടം KVയിൽ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. പേര് ഭദ്ര. പിന്നെ മോള് കല്യാണം കഴിച്ചു കൊടുത്തത് ആറ്റിങ്ങിലാണ്. മോള് ഹസ്ബൻഡ് എന്നാ ചെയ്യുന്നേ ചേച്ചി? എൻ്റെ ഹസ്ബൻഡ് കെട്ടിടത്തിൻ്റെ വർക്കായിരുന്നു. കെട്ടിടത്തിന്റെ വർക്കാണ്. പിന്നെ കുറച്ച് നാൾ ഒരു 8-9 വർഷം ദുബായിലായിരുന്നു. സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്കായിരുന്നു. സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക്. അതെ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പം നാട്ടിലുണ്ട്. വന്നിട്ടുണ്ടോ ഇന്നാ? ഇല്ല. വീട്ടിൽ പറഞ്ഞിട്ടാണോ വന്നത്? ഹസ്ബൻഡിനോട് പറഞ്ഞോ? പറഞ്ഞിട്ടാണ് വന്നത്. എന്താ പറഞ്ഞപ്പോ പുള്ളി? ഞാൻ ഇങ്ങനെ ഒരു ഷോയ്ക്ക് വരികയാണ്, GK ഒക്കെ ഉണ്ട്, പിള്ളേരാണ്. അതിനൊന്നും അങ്ങനെ എതിർപ്പൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വയോജനങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ പാടാൻ പോകാറുണ്ട്. ഞാനും ഞങ്ങളുടെ സാറും ഒക്കെ ഞങ്ങളെല്ലാം ഒരേ ഗ്രൂപ്പിലുള്ളവരാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് അവർക്ക് അതെല്ലാം അറിയാം. ഇങ്ങനെയുള്ള പരിപാടി അങ്ങനെ എതിർപ്പൊന്നുമില്ല. മക്കളെല്ലാം നല്ല സപ്പോർട്ടാണ്. മക്കളും മരുമക്കളും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ അങ്ങ് പോകുന്നു. ഇനി സാറിലേക്ക് വരുമ്പോ സാറിന്റെ പേര്, സാർ എന്ത് ചെയ്യുന്നു? സദാനന്ദൻ, കമലേശ്വരത്താണ് വീട്. KSRTCയിലായിരുന്നു, റിട്ടയർഡായി. KSRTCയിലായിരുന്നു. വീട്ടിൽ വൈഫുണ്ട്, വൈഫ് പെരിഷായി വീട്ടിലുണ്ട്. മക്കൾ ഒരാൾ എറണാകുളത്താണ്, മോള് ഒരാൾ ഇവിടെ പേയുടെ താമസമുണ്ട്. ഓക്കെ, ഇങ്ങനെ കഴിച്ചു പോകുന്നു. എന്താണ് വേറെ എന്തെങ്കിലും ഹോബീസ്, ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടോ സാറേ ഇപ്പൊ ഫ്രീ ടൈമിൽ? ആക്ടിവിറ്റീസ് ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പം എക്സസൈസ് ഒക്കെ എടുക്കും, അതൊക്കെ ഇവിടെ നടക്കാൻ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. മറ്റ് രാഷ്ട്രീയ പ്രവർത്തനം, ട്രാൻസ്പോർട്ട് പരിശീലന യൂണിയൻ്റെ ഒരു ജോയിന്റ് സെക്രട്ടറിയാണ് യൂണിറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ 3 മേഖലകളിൽ നിന്ന് വന്നവരെയാണ് ഇന്ന് ടീമിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം റെഡിയാണോ? ഇനി നിങ്ങൾ തമ്മിലാണ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ്പ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. GK റൗണ്ട്. നിങ്ങളുടെ നിക്ഷേപത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. RG ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ട് GK റൗണ്ടിൽ അറിയാലോ, 10 ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഈ 10 ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് 2 പേർക്ക് ഉത്തരം പറയാനായിട്ടുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ബസർ ഉണ്ട്. ബസറിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഉടൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രം, ഇംഗ്ലീഷിലും ചേച്ചി മലയാളത്തിലും പറഞ്ഞതിന് ശേഷം മാത്രമേ ബസർ അടിക്കാൻ പാടുള്ളൂ. ഓരോ ശരി ഉത്തരത്തിനും കിട്ടുന്നത് 2 പോയിന്റ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഓസ്ട്രേലിയ? ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? കറക്റ്റ് ആയിട്ട് നമ്മുടെ ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. ഉത്തരം എന്താണ്? പോരട്ടെ, അത് തന്നെയാണ് സാധനം, അത് തന്നെയാണ്. ചേച്ചിക്ക് മൈക്ക് ഒന്ന് കൊടുത്തു നോക്കിയേ. ക്യാബ്രെ എന്ന് പറഞ്ഞു. ഉത്തരം തെറ്റാണ്. കുട്ടികൾക്കറിയോ ഉത്തരം? ഒന്ന് പറഞ്ഞു നോക്കി, അറ്റംപ്റ്റ് ചെയ്തേ. ക്യാൻബറ ശരി ഉത്തരം. പക്ഷേ എനിക്ക് തോന്നുന്നു ക്യാബ്ര വരെ എത്തി, അവിടെ ക്യാബ്രയിലെത്തി, പക്ഷെ ക്യാൻബറയിലോട്ട് എത്തിയില്ല. അതാണ്. പക്ഷെ അറിയായിരുന്നു, ഉത്തരം അറിയായിരുന്നു. എനിക്ക് തോന്നുന്നു വാക്ക് കിട്ടാനായിട്ട് ഒന്ന് തിരിയാനായിട്ട് നമുക്കൊന്ന് സമയമെടുത്തു. അപ്പോൾ പാസ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് 1 പോയിന്റ് നമ്മുടെ കുട്ടികളുടെ ടീമിന് നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലെ തന്നെ പ്രസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. വെരി ഗുഡ്. ചേച്ചിയാണോ പ്രസ് ചെയ്തത്? സാറായിരുന്നു. അടിപൊളി, കറക്റ്റ് ടൈം. പ്രതികളെ ഇടിക്കുന്ന, കൂമ്പിലടിക്കുന്ന അതേ ആർജവത്തോടെ സാർ പ്രസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത 2ാമത്തെ ചോദ്യം, ഹൂ ഇസ് എ ഫേമസ് കഥകളി ആർട്ടിസ്റ്റ് ഫ്രം കേരള നോട്ട് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ ഡാൻസ് ഫോം? തൻ്റെ കഴിവിനാൽ നൃത്തരൂപത്തിന് സംഭാവന നൽകിയ കേരളത്തിലെ പ്രശസ്ത കഥകളി കലാകാരൻ ആരാണ്? ദ ടീമാണ് ബസർ അടിച്ചിരിക്കുന്നത്. കഥകളി ആശാനാണ് അദ്ദേഹം. കലാമണ്ഡലം ഗോപി ആശാൻ. കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്ത് തോന്നുന്നു? കേട്ടിട്ടില്ല. മോള് കേട്ടിട്ടില്ല. ഓക്കെ, കലാമണ്ഡലം ഗോപി ശരി ഉത്തരം. സൂപ്പർ. 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അടിപൊളി.
കഥകളി വല്ലതും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ അറിയോ കഥകളിനെ പറ്റി? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. വേറെ ഏതൊക്കെ കലാരൂപങ്ങൾ അറിയാം? തെയ്യം, തെയ്യം അറിയാം, പിന്നെ മോഹിനിയാട്ടം, മോഹിനിയാട്ടം, അടിപൊളി. ഭരതനാട്യം. ഭരതനാട്യം. ഓക്കെ. അപ്പം കലാമണ്ഡലം ഗോപിയാശാനെ പറ്റി കേട്ടിട്ടില്ല? ഇല്ല. കേട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. വിച്ച് ഇന്ത്യൻ ആക്ട്രസ് വൺ ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് ഇൻ 2023? 2023 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ ഇന്ത്യൻ നടി. The White Team ആരാണ്? ആലിയ ഭട്ട്. ആലിയ ഭട്ട്. ശരി ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹൂ ഇസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? നിലവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്? The White Team ബസർ കറക്റ്റ് ആയിട്ട് അടിച്ചിരിക്കുന്നു. ഉത്തരം നരേന്ദ്രമോദി. നരേന്ദ്രമോദി. ശരി ഉത്തരം. ശരിക്കും ബസർ അടിക്കാൻ ഒന്ന് ലേറ്റ് ആയി പോയത് കൊണ്ടാണ്, അല്ലാതെ കറക്റ്റ് ആയിരുന്നു, അറിയാവുന്നുള്ള ഉത്തരം തന്നെയായിരുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്. ചേച്ചി പിടിച്ചു നിന്നോട്ടോ, ഒന്നും നോക്കണ്ട. ഓക്കെ, ഇനി സാർ അടിച്ചില്ലെങ്കിൽ സാറിന്റെ കൈയിന്റെ പുറത്തൂടെങ്കിലും അടിച്ചു വിടുക. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ്. വാട്ട് ഇസ് എ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? കറക്റ്റ് കിട്ടി ചേച്ചിക്ക്. പറഞ്ഞു ചേച്ചി. മൈക്ക് മേടിക്കുക പിടിച്ച്. മയിൽ. മയിലാണ്. പീകോക്ക്. കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ്. സാറിന് പോലീസിലായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ ഇവരൊരു സംഘത്തിലൊക്കെ പാടാനൊക്കെ പോകുന്നതാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് സാറിന് തല്ലാനൊക്കെ പോകുന്നു മൈക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ. ഓക്കെ, അറിയാം, എല്ലാ ഉത്തരം അറിയാം. മിടുക്കിയായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ആറാമത്തെ ചോദ്യം. വാട്ട് പോപ്പുലർ മൂവി ഫീച്ചേഴ്സ് ദ കോട്ട് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി? മഹത്തായ ശക്തിയോടെ വലിയ ഉത്തരവാദിത്വം വരുന്നു എന്ന ഉദ്ധരണി അവതരിപ്പിക്കുന്ന ജനപ്രിയ സിനിമ ഏതാണ്? സിനിമയ്ക്കൊരു ക്ലൂ പറയാം. അദ്ദേഹം ഒരു ഭയങ്കര ക്യാരക്ടറാണിത്. അതായത് എന്താ പറയുക, ഒരു ഫിക്ഷണൽ ക്യാരക്ടർ പോലെയുള്ള ഒരാളാണ്. കുട്ടികൾക്കൊക്കെ ഇംഗ്ലീഷാണ്. ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു 3-4 പേരുള്ള ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഇതിൽ ഇതാ 3-4 പാർട്ടുണ്ട് ആ പടത്തിന്. പടം ഭയങ്കര ഹിറ്റാണ്. നിങ്ങൾ അതിൻ്റെ കോമിക്സ് ഉണ്ട്, അതിൻ്റെ ഇതുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണണം. നിങ്ങൾക്ക് ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ. മനസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു, ധൈര്യമായിട്ട് പറയാം. തെറ്റിയാലും ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തെറ്റെന്ന് പറയും. സ്പൈഡർമാൻ ആണോ ഡൗട്ട് ഉണ്ട്. സ്പൈഡർമാൻ ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. ചേച്ചിക്ക് ആരാണെന്ന് തോന്നുന്നു? ഞാൻ സ്പൈഡർമാൻ തന്നെ ഉദ്ദേശിച്ചത്. സ്പൈഡർമാൻ ആണ് സാറ് ഉദ്ദേശിച്ചത്. രണ്ടുപേരും പക്ഷേ ബസർ ചെയ്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ടീമാണ്. ആൻഡ് സ്പൈഡർമാൻ കറക്റ്റ് ഉത്തരം. കണ്ടിട്ടുണ്ടോ? എന്നിട്ടാണോ മറന്നുപോയി നിന്നത്? ഇവൻ കൺഫ്യൂസ് ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പം വേറെയൊക്കെ പറയുന്നത്. ഞാൻ നോക്കും ബാറ്റ്മാൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഏതാണ്? ഇത് ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷില് നോക്കിയാ സൂപ്പർമാൻ. സൂപ്പർമാൻ ഇഷ്ടം. മോൾക്ക്? ഞാൻ അധികം ഇതൊന്നും കാണാറില്ല. മലയാളത്തിലോ? മലയാളത്തില് ദിലീപ് ഭയങ്കര ഇഷ്ടമാണ്. ദിലീപേട്ടനെ ഇഷ്ടമാണ്. ഓക്കെ, ദിലീപേട്ടൻ്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാണ്? കൊച്ചി രാജാവ്. പക്ഷെ അത് നിങ്ങളൊക്കെ അതൊക്കെ കൈരളി ടി വിയിൽ ഇട്ടിട്ടുണ്ട്. അതാണ്, അതൊക്കെ ഇറങ്ങിയിട്ടൊക്കെ കുറച്ച് കാലമായി. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതായതാണ്? ഫിക്ഷണൽ ക്യാരക്ടർ ഓർ മലയാളത്തിലെയോ? അയൺമാനെയാണ് ഇഷ്ടം. ഓക്കെ, ബാറ്റ്മാൻ, അയൺമാൻ. ഓക്കെ, ദിലീപേട്ടൻ എന്തൊക്കെയാണല്ലേ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. വാട്ട് ഇസ് ദ കറൻസി ഓഫ് സൗദി അറേബ്യ? സൗദി അറേബ്യയുടെ കറൻസി ഏതാണ്? ദി ഓ ടീമാണ്. ഓ ടീം ബസർ അടിച്ചിരിക്കുന്നു. റിയാൽ. സൗദി റിയാൽ. ശരി ഉത്തരം. ഇപ്പൊ ഒക്കെ ഒരു ഇച്ചിരി താഴെയായി പോയോണ്ട് മൈക്ക് കിടന്ന് ചേച്ചി പിടിക്കുന്നുണ്ട്. പക്ഷെ സാറ് കാണുന്നില്ല. അത് ചേച്ചി കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിച്ചോണം കേട്ടോ. ചേച്ചിക്ക് ഉത്തരം പറയണമെന്നുണ്ട്, എല്ലാം അറിയുകയും ചെയ്യാം. പക്ഷെ സാറിട്ട് സമ്മതിക്കുന്നുമില്ല. അപ്പൊ എന്തായാലും എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. റെഡിയാണോ? ഓക്കെ, കണ്ടല്ലോ ഇവര് സ്പീഡ് ഉണ്ടല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ടതിനേക്കാൾ ഇവർ പ്രശ്നക്കാരാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? യെസ്, തോന്നുന്നുണ്ട്. മോൻ എന്തോ പറയാനുണ്ട്. കാരണം വന്നപ്പോൾ ഭയങ്കര പാവങ്ങളായിട്ടാ തോന്നിയത്. ആണല്ലേ? ഈ ചേച്ചിയൊക്കെ ഭയങ്കര പാവമായിട്ടാ തോന്നിയത്. പവർഫുൾ ആണ്. പക്ഷെ പവർഫുൾ ആണ്, അതാണ്. കണ്ടോ? ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. എന്തായിരുന്നു? ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഓൾഡ് പീപ്പിൾ. ഓൾഡ് പീപ്പിളോ? കോമൺ മാൻ എന്നെങ്ങാണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയാം ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ഓൾഡ് പീപ്പിൾ എന്ന്. എന്തല്ലേ? അപ്പൊ അതാണ് പറഞ്ഞ കേട്ടോ ചേച്ചി. KGF ഡയലോഗാണ്. പോട്ടെ. അപ്പൊ എന്തായാലും എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. Who wrote the short story കോലാട്? കോലാട് എന്ന ചെറുകഥ എഴുതിയത് ആരാണ്?
The white team. RK നാരായണൻ. RK നാരായണൻ. നമുക്ക് നോക്കാം ഇനി ഇവരുടെയും കൂടെ ഒരു ചോയ്സും കൂടെ ചുമ്മാ ഒന്ന് കേട്ട് നോക്കാം. പിടിച്ച് മേടിക്കാം അങ്ങോട്ട്. മാധവിക്കുട്ടി. മാധവിക്കുട്ടി. RK നാരായണൻ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തായാലും ഞങ്ങളുടെ ടീം വൈ ആണ് ബസറടിച്ച് ഉത്തരം നൽകിയത്. RK നാരായണൻ. RK നാരായണൻ തെറ്റുത്തരമാണ്. മാധവിക്കുട്ടി ശരി ഉത്തരം. അങ്ങനെ 1 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇത്തവണ സാറിൻ്റെ നിന്ന് പിടിച്ച് മേടിച്ച് മൈക്ക്. ഈ പാടാൻ പോകുമ്പോഴത്തേക്ക് സാറ് മൈക്ക് തരുന്നുണ്ടോ? ഞങ്ങൾ സോളയാണ് പാടുന്നത്. അപ്പം ഞങ്ങൾ ഡുയറ്റ് പാടുമ്പം രണ്ടുപേർക്ക് 2 മൈക്ക് ഉണ്ടാവും. അതുകൊണ്ട് പ്രശ്നമില്ല. പ്രശ്നമില്ലാതെ പോകുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് 10 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഒരു പാട്ട് പാടി തരാമോ? പാടി തരാം. ഓക്കെ, അപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. Which മലയാളം actor is often referred to as the complete actor? കംപ്ലീറ്റ് ആക്ടർ എന്നറിയപ്പെടുന്ന മലയാളത്തിലെ നടൻ ആര്? ചാടി വീടടിച്ചിരിക്കുന്നു ടീം. ഓ സാറേ. മോഹൻലാൽ. മോഹൻലാൽ ശരി ഉത്തരമാണോ? ആണ്. ലാലേട്ടൻ ശരി ഉത്തരം. എൻ്റെ ക്ലാസ്മേറ്റാണ്. ക്ലാസ്മേറ്റ് ആണോ? അയ്യോ എന്ന് ചോദിച്ചേ, എങ്ങനെയുണ്ടായിരുന്നു പണ്ട് ലാൽ സാറിനെ അന്നൊക്കെ കാണുമ്പോൾ സാറ് വിചാരിച്ചിരുന്നോ ഇത്രയും വലിയ മലയാളത്തിൽ ഇന്ത്യൻ കണ്ട ഏറ്റവും വലിയ നടനാവുമെന്ന്? ടാലൻ്റ് ഉണ്ടെന്ന് അറിയാമായിരുന്നു, പക്ഷേ ഇങ്ങനെ ആവുമെന്നുള്ളത് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പഠിക്കുമായിരുന്നോ ലാലേട്ടൻ? നല്ല ബുദ്ധിയാണ്, പക്ഷേ ക്ലാസ്സിൽ കയറില്ല ഞങ്ങളാരും. ക്ലാസ്സിൽ കയറില്ല, പക്ഷേ പഠിക്കും. ഫസ്റ്റ് ചാൻസ് തന്നെ പാസ്സായിട്ടുണ്ട്. ഞാനൊക്കെ തോറ്റു. പ്രീ ഡിഗ്രിക്കാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. പ്രീ ഡിഗ്രിക്കാണ് ഒരുമിച്ച് പഠിച്ചത്. ഓക്കെ, അടിപൊളി. പിന്നെ ലാൽ സാറിനെ പറ്റി വേറെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? കാരണം ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ ഒന്നിച്ച് നടന്നു 2 വർഷം. ഞാൻ സ്കൂളിൽ പഠിച്ചതൊക്കെ തൃശ്ശൂരാണ്. തിരുവനന്തപുരത്ത് വന്നാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് MG കോളേജിൽ ചേരുന്നത്. അപ്പോൾ ലാലേട്ടൻ അവിടെ വെച്ച് ആദ്യമായി പരിചയപ്പെട്ടത് ലാലിനെയാണ്. ഞാൻ ലേറ്റ് കമറായിരുന്നു. ലാൽ സാറിന് അന്ന് പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനെ? കാരണം ഞങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഓർമ്മ വെച്ച് ഈ ഒരു സമയത്തല്ലേ. ഇന്ന് കാണും പോലെ തന്നെയാണ്. നല്ല ഒരു അമൂൽ ബേബി. നല്ല കാണാനൊക്കെ നല്ല ഒരു സുന്ദര കുട്ടപ്പൻ. ആരായാലും ഒന്നുകൂടി നോക്കും. നോക്കും. ആ അമ്മക്ക് ഭയങ്കര ഗേൾസ് ഒക്കെ ഇങ്ങനെ പാറി പറന്ന് നടന്നിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗണേശൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരി തന്നെയായിരുന്നു. അതിലൊരു പൂമ്പാറ്റയായിരുന്നോ സാറും? ഞാനന്ന് പൂമ്പാറ്റയൊന്നുമല്ല. അല്ല, പിന്നെ എന്താവും? മാക്സിമം ഒരു ചിത്രശലഭം, മാക്സിമം ചെറിയ കൊതുക്. എന്നെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ? വൈഫ് വന്നിട്ടുണ്ടോ സാറേ? ഇല്ല, വന്നിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ടെലികാസ്റ്റ് ആവുമ്പോഴേ കാണത്തുള്ളൂ. ഏജ് അങ്ങനെയാണല്ലോ. അതാണ്. പക്ഷെ ഞങ്ങൾ പഠിച്ച സമയം അടിയന്തരാവസ്ഥ കാലമായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ വകവച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ആരുടെ ഭാഗ്യം കൊണ്ട് അകത്തൊന്നും പോയില്ലെന്ന്. അകത്തൊന്നും പോയില്ല. എന്നാലും അന്നൊക്കെ സാറേ പ്രണയലേഖനങ്ങളുടെ സമയമല്ലേ. ഇന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പ് ഉണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അതൊക്കെ മിസ് ഇന്നായിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു മിസ്സിങ് തോന്നുന്നുണ്ടോ കാണുമ്പോൾ? ഇന്ന് ഒരു പ്രണയം എന്ന് പറയുന്നത് എളുപ്പമാണ്, കമ്മ്യൂണിക്കേഷനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ഒരു സുഖവും ആ ഒരു എന്താ പറയുക അനുഭൂതിയൊക്കെ പഴയ കാലം എഴുത്തുകൊടുപ്പും മറ്റുള്ളവർ കാണാതെയുള്ള നോട്ടവും കാത്തു നിന്നുള്ള സംസാരവും ഒക്കെ അത് തന്നെയാണ് അതിൻ്റെ ഒരു അനുഭൂതി എന്ന് പറയുന്നത്. കാർബൺ കോപ്പി വെച്ച് എത്ര എഴുത്തുകൾ സാർ കൊടുത്തിട്ടുണ്ട്? ഞാൻ ആകെപ്പാടെ ഒരു എഴുത്തേ കൊടുത്തിട്ടുള്ളൂ, 10ാം ക്ലാസ്സിൽ വെച്ച്. 10ാം ക്ലാസ്സിൽ വെച്ച്. എന്നിട്ട് എന്തായി സാറേ? എന്നെ തിരിഞ്ഞു പോലും നോക്കി. ഞാൻ സ്കൂളിലെ വലിയ രാജാവാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് സ്പോർട്സിന് ഇതിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അവൾ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നിട്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ സാറിന്. എന്നൊക്കെ അത് ഓർത്തങ്ങ് പോയി സാറ്. അല്ല, അന്നത്തെ ഒരു പക്ഷെ എന്നെ ഒരുപാട് പക്വതയുള്ള കുട്ടിയായിരുന്നു. ആണ്. ഇപ്പോഴൊരു ഇഷ്ടമുണ്ട് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ. ആദ്യ പ്രണയം എന്ന് പറയുന്നത് മാൻസ് ട്രൂ ലവ് വിൽ ഫോളോ ടിൽ ഹിസ് ഗ്രേവ് എന്നൊക്കെയാണ് പറയുന്നത്. ശരി, സത്യമാ. അത് ഉണ്ടെന്ന് സാറിന്? അല്ല, അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ ഒരു അന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടികളുടെ ഒരു ഇത് വെച്ചുകൊണ്ടല്ല അന്ന് അത് ചെയ്തത്. അല്ല, എന്നാലും കുട്ടി കത്ത് മേടിച്ചോ സാറേ? ഇല്ല, മേടിച്ചിട്ടൊന്നും മിണ്ടിയില്ല. പിന്നെ സാർ എന്താ എഴുതിയെന്ന് ഓർക്കുന്നുണ്ടോ അതില്? ഇനി അത് വായിച്ചിട്ടാണോ? അത് വായിച്ചിട്ട് വല്ലതും കുട്ടി പോയതാണോ ഇനി? അല്ല. സാർ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാവുന്നതെന്നുള്ളൊരു സംസാരം പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. വളരെ മാന്യമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ പക്വതയുള്ള കുട്ടിയായിരുന്നു. ചേച്ചി ഇതുപോലുള്ള കത്തുകളെല്ലാം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. എങ്ങനെ ഇരിക്കുന്ന? എന്നിട്ട് ആർക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്? ആർക്കല്ല, ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ. ആരാണത്? അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ്. ഓ, ഇപ്പോഴത്തെ ഹസ്ബൻഡ്. അങ്ങനെ അത് പറ. കത്ത് കൊടുത്ത് വീഴ്ത്തിയതാണ്
ഹസ്ബൻഡ് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അപ്പൊ എത്രാം ക്ലാസ് തൊട്ടാണ് പ്രണയം തുടങ്ങുന്നത്? അല്ല, അത് പ്രീ ഡിഗ്രി മുതലാണ്. പ്രീ ഡിഗ്രി തൊട്ട്. അപ്പൊ പ്രണയ വിവാഹമായിരുന്നു അന്നത്തെ കാലത്തെ? ആയിരുന്നു. ആഹാ. എന്നിട്ട് എങ്ങനെയാണ്? ആഴ്ചയിൽ ഒരു കത്താണോ, മാസത്തിൽ ഒരു കത്താണോ? അങ്ങനെയല്ല. കത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ അതിലെ? ചേട്ടൻ തന്ന വല്ല കത്തും? ഇല്ല ഇല്ല. അതെന്താ? അന്ന് ഇത്രത്തോളം ഉള്ളൊരു പക്വത അന്നില്ലായിരുന്നു. അതാണ് വാസ്തവം. ഇങ്ങനെ കത്ത് കൊടുക്കാനും വായിക്കാനും ഒക്കെ അങ്ങനെയുള്ള ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സൂക്ഷിക്കണം, ഇതുപോലെ നിധി പോലെ വെക്കണം എന്നൊന്നുള്ള അറിയില്ല. ഈ ചേട്ടനെ തന്നെ കല്യാണം കഴിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു കത്തൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത്? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കത്ത് മേടിച്ചത്, ഇല്ല ഞാൻ കൊടുക്കത്തുമില്ല. അല്ല, ഞങ്ങൾ ഒത്തിരി വർഷം, 1-2 ഒരു 7-8 വർഷം ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഓ, ട്രൂ ലവ്. ഓ, അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ മാരേജ് ആയത്. ഓക്കെ, അടിപൊളി കേട്ടോ. കണ്ടോ, ഇന്നത്തെ നിങ്ങളെല്ലാം കത്ത് ആർക്കെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ സുഹൃത്തിനെങ്കിലും എഴുതിയിട്ടുണ്ടോ? കത്തുകൾ എഴുതുന്നതിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. കത്താണോ നല്ലത്, വാട്സപ്പ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ വാട്സപ്പ് ആണ് നല്ലതെന്ന് ചേച്ചി. കത്ത് പോരാന്നാണ് പറയുന്നത്. കാരണം മെനക്കെട്ട പരിപാടി. എന്തുകൊണ്ടാണ് വാട്സപ്പ് ബെറ്റർ എന്ന് തോന്നുന്നതിന് കാര്യം? ലെറ്ററിനേക്കാളും പെട്ടെന്ന് അയക്കാൻ പറ്റും. അതായത് ലെറ്റർ ആകുമ്പോൾ കുറേ ദിവസം എടുക്കും. പിന്നെ റെസ്പോൺസ് കിട്ടി വരാനും ഒക്കെ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഇതിപ്പോൾ വേണ്ടെങ്കിൽ അപ്പം തന്നെ ബ്ലോക്കും ചെയ്ത് വിടാം കേട്ടോ ചേച്ചി. സാറിന് അന്ന് അങ്ങനെ ആ കുട്ടി ബ്ലോക്ക് ചെയ്തതാണ്. അപ്പോട്ടെ സാറേ, കുഴപ്പമില്ല. നമുക്ക് ഒരേ ഒരു ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. റെഡി? ചോദിക്കാം. ഓക്കെ. ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി could you find the golden temple? Golden temple ഏത് നഗരത്തിലാണ് കാണാൻ സാധിക്കുന്നത്? The white team. അമൃത്സർ. അമൃത്സറിലാണോ സാറേ ഗോൾഡൻ ടെമ്പിൾ? യെസ്, അമൃത്സർ ശരി ഉത്തരം. സൂപ്പർ. അപ്പോൾ എന്തായാലും ആദ്യത്തെ റൗണ്ട് വിജയകരമായി തന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സ്കോർ ഒന്ന് നോക്കാം. ഓക്കെ. സോ ഞങ്ങളുടെ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ഓ ടീമിന് കിട്ടിയിരിക്കുന്നത് 9 പോയിന്റ് ആണ്. 4 ശരി ഉത്തരങ്ങളും ഒരു പാസ് ചോദ്യത്തിനും കൂടെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ഇനി വൈറ്റ് ടീമിന് കിട്ടിയിരിക്കുന്നത് കൂടുതലാണോ കുറവാണോ? കൂടുതലായിരിക്കാമെന്ന്, എന്നാൽ കൂടുതലും അല്ല കുറവുമല്ല. കറക്റ്റ് 9 പോയിന്റ് ആണ് വൈറ്റ് ടീമിന് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ YX എപ്പിസോഡ്സ് തുടങ്ങിയിട്ട് ആദ്യത്തെ റൗണ്ടിൽ ഇങ്ങനെ ടൈ വന്നിരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ്. കാരണം 1 ഇഞ്ച് പോലും കുഞ്ഞു മക്കളോ ഞങ്ങളുടെ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒന്നും വിട്ടുകൊടുക്കാനായിട്ട് ഇവിടെ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കുന്നില്ല. 9 പോയിന്റുമായിട്ട് ഒരേപോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്താവും ഇനിയുള്ള കളി മാറാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇനി എന്തായാലും കാര്യങ്ങൾ മറിയാൻ പോകുന്ന ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് കടക്കുന്നത്, വിച്ച് ഈസ് ദി ഗെയിം റൗണ്ട്. ദുബായ് കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെയിം ഇതാണ്, ബോൾ ഇൻ ദ ഗ്ലാസ്. അപ്പോൾ എനിക്ക് മുന്നിൽ ഇത്രയും ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്, ഇത്രയും ബോൾസും വെച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു ബോൾ എടുക്കുന്നു, ജസ്റ്റ് ടേബിളിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഈ ഗ്ലാസ്സിൽ തന്നെ ഇത് വീഴണം. ഓക്കെ, അങ്ങനെ ഏത് ടീമിൻ്റെ ഏത് പ്ലെയർ ആണോ ആദ്യം എല്ലാ ഗ്ലാസ്സസും ഫില്ല് ചെയ്യുന്നത്, ഈ ബോൾ ഇട്ട് ഫില്ല് ചെയ്യുന്നത്, ആ ടീമായിരിക്കും വിജയിക്കുന്നത്. ഓക്കെ, ഞങ്ങളൊരു ടൈമർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ് ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്, ഏറ്റവും ടൈം കുറവിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡിയാണോ? ആരാണ് വൈറ്റ് ടീമിൽ നിന്ന് പ്ലേ ചെയ്യാൻ വരുന്നത്? മോനാണ്, പ്ലീസ്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓ, പോട്ടെ, ബോൾ പോട്ടെ, കുഴപ്പമില്ല. ഓ, കറക്റ്റ് ആണ് മോൻ ചെയ്യുന്ന, കറക്റ്റ് ആണ്. ഓക്കെ, ഏത് ക്ലാസ്സിലായാലും കുഴപ്പമില്ല, ഫില്ല് ചെയ്യണം. കറക്റ്റ് ആണ് മോന്റെ ഫേസിങ്, കറക്റ്റ് ആണ്. ഓ, ജസ്റ്റ് മിസ്സാണ്. കം ഓൺ, യേ, ഒരെണ്ണം കിട്ടി. കറക്റ്റ്. അതേപോലെ പോരട്ടെ. ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. ഓ, ജസ്റ്റ് പതിയെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പുറത്തെ ക്ലാസ്സിൽ വീണിരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. 3. ഓക്കെ, മോനെ പറ്റുന്ന പോലെ ഇട്ടാൽ ഏത് ക്ലാസ്സിലായും കുഴപ്പമില്ല. ഓ, ജസ്റ്റ് മിസ്സാണ്. കമോൺ.
ഓ ജസ്റ്റ് ആ പതിയെ നോക്കിയേ. പതിയെ നോക്കിയാ. ഓ കറക്റ്റ് ആണ് മോൻ ചെയ്യുന്നത്. യാ സുഖം ഷെയർ ചെയ്ത് കൊടുത്തേ. അതാണ് വന്നേ കറക്റ്റ്. ഓ പോട്ടെ യാ. ആഹാ കിട്ടി മോനെ കിട്ടി. ഓ മിടുക്കൻ. ഓ ഓയ്യോടാ കറക്റ്റ് ആയിരുന്നു. പയ്യെ ചെയ്താൽ മതി. ഒരേ ഒരു ഗ്ലാസ്, ഒരെണ്ണം കൂടി മാത്രം. പയ്യെ ചെയ്താൽ മതി. സൂപ്പറായിട്ട് മോൻ അത് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് നോക്കിയപ്പോഴത്തേക്കും മോക്കിലൊന്നും എനിക്ക് ഒരു ഗ്ലാസ്സിൽ പോലും ഒരു ബോൾ പോലും വീണിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ടും ലക്ഷ്യസ്ഥാനത്ത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഈ ഒരു ഗെയിമിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു ഗ്ലാസ്സിൽ എക്സ്ട്രാ ഒരു ബോൾ കൂടെ വന്നിട്ടുണ്ട്. സോ മറു ടീം അപ്പോൾ ഇത്രയും വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഇട്ടാലേ അത് ഇവർ ചെയ്ത സമയത്തിനുള്ളിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എത്രയോ കുറ്റവാളികളെ ഓടിച്ചിട്ട് പിടിച്ചിടിച്ച ആളാണ് സാറ്. അപ്പോൾ അത് മനസ്സിൽ വെച്ച് ലക്ഷ്യം തെറ്റാതെ സാറിന് അത് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു മോനെ. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടീമിൽ നിന്നാണ് ആരാണ് മത്സരിക്കാൻ എത്തുന്നത്? ചേട്ടനാണോ? ഓക്കെ, പോന്നോളൂ. ഇവര് ചെയ്തതിനേക്കാളും ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ നമുക്കിത് ഫില്ല് ചെയ്ത് തീർക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈയടിച്ച കൊടുത്തേ. ഓ വാവ്. ഓ മാ. അത് കുഴപ്പമില്ല സാർ, പൊക്കോട്ടെ. പോകുന്നെല്ലാം പൊക്കോട്ടെ സാർ. അത് നോക്കുക വേണ്ട. ഗ്രേറ്റ്, അടിപൊളി. ഓ എന്റെ അമ്മോ. ഓയ്യോടാ, 4 എണ്ണം ഓൾറെഡി. 4 എണ്ണം ആയിരിക്കാണ്. സൂപ്പർ ടെക്നിക്. ഏത് ക്ലാസ്സിലാണെങ്കിലും കുഴപ്പമില്ല സാറേ, നമ്പർ നോക്കിയാൽ മതി, പ്രശ്നമില്ല. കറക്റ്റ്, വെരി കറക്റ്റ്. കുഞ്ഞുങ്ങളുടെ മുഖത്തൊരു ടെൻഷൻ അലയടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ചേച്ചി അപ്പന്നൊക്കെ വിളിച്ച മൈക്കെടുത്തിട്ട് വിളിക്ക്. കമോൺ എന്നൊക്കെ വിളിക്ക്. ചേച്ചി പറഞ്ഞ സ്റ്റാറിന്റെ കോൺസെൻട്രേഷൻ വേണ്ട ചേച്ചി വിട്ടേരെ. ഓക്കെ അടിപൊളി. സൂപ്പർ. ഓ സൂപ്പർ ഗുഡ്. അടിപൊളി. ഇനി 3 ഗ്ലാസ് കൂടെ ഉള്ളൂ സാർ. പയ്യെ മതി, നമുക്ക് ടൈമുണ്ട്. 3 ഗ്ലാസ് കൂടി മാത്രം. ജസ്റ്റ് ടൈമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. ഓ ഇത് എല്ലാ ഗ്ലാസ്സിലും 3-4 എണ്ണം വെച്ച് സാർ നിറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. രണ്ട് ഗ്ലാസ് പൊക്കോട്ടെ സാറേ, അത് കുഴപ്പമില്ല. ടൈം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ ഗെയിം റൗണ്ട് കഴിയുമ്പോൾ ഒരേ ടൈമിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഗ്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് ഏത് ടീമാണെന്ന് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. എന്ത് തോന്നുന്നു? ടീമിന് എന്ത് തോന്നുന്നു? നിങ്ങളാണോ അവരാണോ? സാർ എന്ത് തോന്നുന്നു? എണ്ണി നോക്കിയാലേ അറിയൂ. എണ്ണി നോക്കിയാലല്ല, ഒരു ടൈമറിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ബോളുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങളാണോ അവരാണോ? എന്ത് തോന്നുന്നു മോൻ? എന്ത് തോന്നുന്നു? അറിയത്തില്ല. ഞാൻ ഇനി വിന്നറെ, ഈ ഗെയിം റൗണ്ടിന്റെ വിന്നറെ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. സോ വിത്തിൻ ദ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ബോൾസ് ഗ്ലാസ്സിൽ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത് ടീം
വൈ ആണ്. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കാരണം അവ വന്ന് പ്ലേ ഓഫ് ചെയ്യുകയും ചെയ്തു. സാറിന്റെ പ്ലേ കണ്ട് ആശാൻ അങ്ങ് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം സാറ് എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ചെയ്യായിരുന്നു, പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യായിരുന്നു. പക്ഷെ സാറ് 2 സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ചെറുതായിട്ടൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പേടിക്കണ്ട. അപ്പോൾ 5 പോയിന്റ്, 9 പോയിന്റിൽ നിന്ന് 5 പോയിന്റും കൂടെ കൂട്ടി 14 പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു ടീം വൈ. ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ട് സ്വിച്ചിങ് ഓവർ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. സോ ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടായ സ്വിച്ചിങ് ഓവറിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ കിടക്കാൻ പോവാണ്. അറിയാലോ, ഇതിൽ 5 ചോദ്യം ചേച്ചിയുടെ കയ്യിലുണ്ട്. നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ഇവർക്കൊക്കെ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. എന്നാൽ ഇവരോട് ചോദിക്കാൻ പോകുന്നതോ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ആയിരിക്കും. എന്നാലും നമുക്കൊന്ന് നോക്കാം കാലഘട്ടത്തിനോടൊപ്പം ഇവരെത്രത്തോളം സഞ്ചരിച്ചു, ഇവരെത്രത്തോളം സഞ്ചരിക്കുന്നു എന്നൊക്കെ നമ്മളൊന്ന് അറിയാൻ പോവാണ്. റെഡി? ഓക്കെ. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, നവംബർ 1 നമ്മൾ ആഘോഷിക്കുന്ന കേരള പിറവി ഏത് മലയാള മാസത്തിലാണ് വരുന്നത്? നവംബർ 1 നമുക്കറിയാം കേരള പിറവി ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. സ്കൂൾസിലെല്ലാം വലിയ ആഘോഷമുണ്ട്. മലയാള മാസം നോക്കുമ്പോൾ അത് ഏത് മാസമാണ്? മലയാള മാസങ്ങൾ ഏതൊക്കെ അറിയാമെന്നൊന്നും വെറുതെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. മലയാള മാസം, കാരണം പണ്ടൊക്കെ മലയാള മാസമാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പം ഏതാണെന്ന് തോന്നുന്നു മലയാള മാസം? തുലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളാണോ ചേട്ടാ? തുലാം ആണോ കേരള പിറവി വരുന്നത്? തുലാം കറക്റ്റ് ആൻസർ. അറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. എന്റെ അമ്മയെ കണ്ടോ കേട്ടോ, എല്ലാം. ചിങ്ങം പറഞ്ഞോ? പറഞ്ഞു കേട്ടോ. ഫുള്ള് പഠിച്ചു വെച്ചേക്കാം ഞങ്ങൾ. മിടുക്കൻ, വെരി ഗുഡ്. അപ്പൊ അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നോക്കട നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങും മാറിക്കിടാ സദാ. ഈ പ്രസക്തമായ വരികൾ ആരാണ് എഴുതിയിരിക്കുന്നത്? കുഞ്ചൻ നമ്പ്യാർ എവിടെ എഴുതി? കല്യാണ സൗഗന്ധികം. എന്താണ് ആ പ്ലേ? എന്താണ് കലാരൂപം? ഏതാണ്? ഓട്ടംതുള്ളൽ. എല്ലാം അറിയാം. കറക്റ്റ് ആൻസർ. കുഞ്ചൻ നമ്പ്യാർ. എല്ലാം പഠിച്ചിട്ടിരിക്കുകയാണ്. മിടുക്കൻ. ക്വിസിന് പോകുന്നുണ്ടല്ലേ നിങ്ങള്? അതാണ് ആ കോൺഫിഡൻസ് കാണുന്നത് എനിക്ക്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ. ഇൻ ഓൾഡൻ ഡേയ്സ് മെസ്സേജസ് വെർ സെൻറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബേർഡ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബേർഡ്? ഏത് പക്ഷിയുടെ സഹായത്താലാണ് പണ്ട് കാലങ്ങളിൽ സന്ദേശം കൈമാറിയിരുന്നത്? ഇവരുടെ കാലത്തും അല്ല ഞാൻ പറയുന്നത്, അതിനും മുമ്പേ ഉള്ള ഒരു പീരീഡിന്റെ കാര്യമാണ്. പ്രാവിലാണോ ചേച്ചി കൈമാറിയിരുന്നത്? എന്ത് തോന്നുന്നു ചേട്ടന്? കറക്റ്റ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നു പ്രാവിന്റെ സഹായത്താലായിരുന്നു പണ്ട് കാലത്തൊക്കെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നത്. ശരി ഉത്തരം, പ്രാവ്. അടിപൊളി. കദളി വാഴ കയ്യിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു എന്ന ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ആദ്യം കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ചേച്ചി ഒന്ന് മൂളി കൊടുക്കും. കദളി വാഴ കയ്യിലിരുന്ന് ഒന്ന് മൂളി കൊടുത്തേ ചേച്ചി. കദളി വാഴ കയ്യിലിരുന്നു കാക്കയുന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നാട്ടെ വിരുന്നുകാരാ 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 വന്നാട്ടെ. ഈ ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഒന്ന് വെറുതെയൊക്കെ ചുമ്മാ ആ കാലഘട്ടത്തിലെ നായകന്മാരെ ആരെങ്കിലും അറിയോ? അറിയതേ. ഈ പിറകെ ഇരിക്കുന്ന ഈ സാറിന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ താഴത്തെ ഫോട്ടോയിലെ ആരാന്നൊന്ന് പറഞ്ഞേ. പ്രേം നസീർ. നസീർ സാറിന് അറിയാം നല്ലോണം കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ നസീർ സാറിന്റെ ചിത്രമാണോ? വേറെ ആരെങ്കിലും നസീർ സാറിന്റെ കാലഘട്ടത്തിലെ വേറെ വല്ല നായകന്മാരെ അറിയാമോ? ആരെയൊക്കെ അറിയാം? വെറുതെ പറഞ്ഞു ചോദിക്കോ. ജയൻ അറിയാം. ഗുഡ്. പിന്നെ സത്യൻ മാഷ്. എല്ലാം അറിയാലോ മക്കൾക്ക്. എന്നിട്ട് വേറെ ആരെ അറിയില്ല? നസീർ സാറിന്റെ ഏതെങ്കിലും പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടേ ഇല്ല. മോനൊന്നും കണ്ടിട്ടില്ല. സത്യൻ മാഷിന്റെ ജയന്റെ ഒന്നും കണ്ടിട്ടില്ല. ജയന്റെ ഏതാ കണ്ടത്? കോളിളക്കം. ജയനെ നമുക്ക്
നഷ്ടപ്പെടുത്തിയ സിനിമ അല്ലേ? കോളിളക്കമാണ് കണ്ടേക്കുന്നത്. അപ്പം ചേച്ചി സിനിമ ഏതാണെന്ന് എന്തെങ്കിലും ഐഡിയ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ വെറുതെ ഒന്ന് കറക്കി കുത്തി നോക്കിയേ. എനി ഐഡിയ? ഈ പാട്ടുള്ള ചിത്രം അറിയത്തില്ല. അപ്പം നമ്മുടെ അധികം പാസ് മാർക്കൊന്നും ഇല്ല. എന്നാലും ചേച്ചി ഏതാണ് ആ ചിത്രം? ഉമ്മ. ഉമ്മ കറക്റ്റ് ആൻസർ ആണ്. ഉമ്മയാണ് കറക്റ്റ് ആൻസർ. മക്കൾ കണ്ടിട്ടേ ഇല്ല, പാട്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഉമ്മ എന്നാണ് സിനിമയുടെ പേര്. ഓക്കെ, നല്ല ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യമാണ്. വിച്ച് സോങ് ഫ്രം ദ മൂവി ദിൽ സേ വാസ് ഷോട്ട് ഇൻ കേരള? ദിൽസെ മൂവിയിലെ ഏത് ഗാനമാണ് കേരളത്തിൽ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്? കേരളത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ വെച്ച് ദിൽസെ ഷാരൂഖ് ഖാൻ ആണ് നായകനായിട്ട് എത്തിയിരിക്കുന്നത്. ഷാരൂഖ് ഖാൻ നായകനായി എത്തിയ ദിൽസെ എന്ന ചിത്രത്തിലെ ഏത് ഗാനമാണ്? മലയാളം വേർഡ്സ് ഒക്കെ അതിൽ വരുന്നുണ്ട്. മലയാളം ലിറിക്സ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്താണ് ആ പാട്ട് ചെയ്തേക്കുന്നത്. ഭയങ്കര ഹിറ്റാണ്. ഊഹമാണ്. ആ, സപ്പിനൊക്കെ റാണി കപ്പാണോന്ന് ഒരു ഡൗട്ട്. സഫിറോങ്ക് റാണി കപ്പ് തെറ്റുത്തരാണ്. പോട്ടെ. ജിയ ജല എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ഷൂട്ട്. അറിയായിരുന്നോ? മോൾക്ക് അറിയായിരുന്നോ? ഒന്ന് രണ്ടുപേരും ഒന്ന് മൂളാൻ നോക്കിയേ. ജിയ ജലേ ജാചലേ ജല കേട്ടില്ലോ? കേട്ടിട്ടുണ്ട്, പക്ഷേ കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നീ പറയാതിരുന്നേ? എനിക്ക് ലിറിക്സ് അറിഞ്ഞൂടാ. ലിറിക്സ് ഷാരൂഖ് ഖാന്റെ ഏതെങ്കിലുമൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ല. പാട്ട് പാടുവോ മോള്? പാട്ട് ഈ സിനിമയിലൊന്നും അറിഞ്ഞൂടാ. എന്നാൽ ഏതെങ്കിലും അറിയുന്ന ഒരു മലയാളം പാട്ടോ? എനിത്തിങ്. തമിഴ് തമിഴ് ഇസ് ഫൈൻ, വെരി ഫൈൻ. என்ன சொல்ல ஏத சொல்ல கண்ணோடு கண் பேச வார்த்தை இல்ல என்னென்னவோ உள்ளுக்குள்ள வெல்ல சொல்லாம என் வெக்கம் தள்ள சின்ன சின்ன ஆசை உளம் திக்கி திக்கி பேச மல்லிகைப்பூ வாசம் கொஞ்சம் காத்தோட வீச உத்து உத்து பார்க்க நெஞ்சில் முத்து முத்தாய் வேர்க்க புத்தம் புது வாழ்க்கை என்ன உன்னோട് சேர்க்க. അടിപൊളി. ചേച്ചി പാട്ടുമെല്ലാം കേട്ടിട്ടുണ്ടോ? ഇല്ല, അധികം കേട്ടിട്ടില്ല. ചേച്ചി ഇങ്ങനെയുള്ള തമിഴ് സിനിമകളെല്ലാം കാണുന്നതാണോ? തമിഴ് സിനിമ അധികം കാണാറില്ല, എന്നാലും പാട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ കൊച്ചുമക്കളൊക്കെ ആയി, മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ മക്കൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇപ്പൊ ഫോണൊക്കെ ഇവർ ഈസിലി യൂസ് ചെയ്യും. ചേച്ചിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? ചേച്ചിക്ക് എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നിയ ഒരു കാര്യം എന്താണ് ഈ ജനറേഷനിലെ? വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എത്ര വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്? ഒരു 2 ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരൊന്ന് കേൾക്കട്ടെ ഞങ്ങള്. ഒന്ന് ഉണർവ്. അതായത് വൈലോപ്പള്ളി ഞങ്ങളുടെ ഗവൺമെന്റ് ഗ്രൂപ്പിന്റെ ഒരു ഇതാണ് ഉണർവ്. പിന്നെ ഉള്ളത് പിന്നെ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് ബി ജി. അതെന്താണ് VG? ആ ഗ്രൂപ്പിന്റെ പേരാണ് VG എന്നുള്ളത്. അത് ഞങ്ങൾ പാടുന്നുണ്ട്. ഓക്കെ, സാറുള്ള 2 ഗ്രൂപ്പ് നല്ല കൗതുകമുള്ള പേരൊക്കെ ആണെങ്കിൽ പറയണം സാറേ, ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. സിംഗേഴ്സ് പാരഡൈസ്. ഓക്കെ, പാട്ടുകാരുടെ. ഇനി വേറൊരെണ്ണം സാറേ? സാവേരി സൗഹൃദ സംഗമവേദി. സാവേരി, നല്ല പേരുകൾ രണ്ടും. സാവേരി ഒരു രാഗമാണ് സാവേരി. ഗോട്ട് ഇറ്റ്. സാറിനിയുള്ള 2 ഗ്രൂപ്പ് സിംഗേഴ്സിന്റെ കയ്യിലാണോ ഉള്ളത്? ഓക്കെ, നൈസ്. ഇനി നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരൊക്കെ ഒന്ന് കേൾക്കട്ടെ. എങ്ങനെയുണ്ട്? വെറൈറ്റി പേരുകളൊക്കെ പോരട്ടെ, എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ, എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട്. 7A BVPCS 2024-25. 2024-25 അതുകൊണ്ട്. ഓക്കെ, ക്ലാസ് ഗ്രൂപ്പ്. വേറെ ഗ്രൂപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ 3-4 ഫ്രണ്ട്സിന്റെ മാത്രമുള്ള അങ്ങനെ എന്താ ഗ്രൂപ്പ് പറഞ്ഞോ? റോയൽ ബോയ്സ്. എത്ര റോയൽ ബോയ്സ് ഉണ്ട് അതില്? 8 പേരുണ്ട്. 8 പേരുണ്ട്. എല്ലാം ബോയ്സ് മാത്രമേ ഉള്ളൂ, ഗേൾസ് ഇല്ല? എന്താ ഗേൾസിനെ കൂട്ടാത്തെ? നമ്മള് റോയൽ ബോയ്സ് എന്ന് പേരുണ്ട്. അതുള്ളതുകൊണ്ട് നിങ്ങൾ ഇനി ഗേൾസിനായിട്ട് വേറെ ഗ്രൂപ്പ് എല്ലാം നിങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ നിനക്ക് ഇഷ്ടമല്ല അവര് വന്ന് അലമ്പാവോ ഗ്രൂപ്പിൽ? അങ്ങനെ പറയുന്നേ? അങ്ങനെയാണ്. എന്തെങ്കിലും അങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ മോന്? ക്ലാസ്സിൽ വെച്ച് അലമ്പാണ്. പിന്നെ ക്ലാസ്സിൽ വെച്ച് വാക്ക് തർക്കം ആവാറുണ്ടോ നിങ്ങൾ? എന്ത് കാര്യത്തിലാ ഈ പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നത്? ഭയങ്കര ഷോ ആണ്. ഭയങ്കര ഷോ ആണോ ഇപ്പൊ പിള്ളേര്? തൊട്ടടുത്തൊരു പെൺകുട്ടിയാട്ടോ നിൽക്കുന്നത്, ചാടി ചവിട്ടാതെ നോക്കിയോ? ക്ലാസ്സിലെ പെൺകുട്ടി മാത്രം ആണോ? അത് ആരാണ് ആ കുട്ടി? ആരാണ്?
പേരെടുത്ത് പറയണില്ല. പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും പട്ടി ഷോയാണ് ഗേൾസ്. അതെ, എന്താ ഏത് രീതിയിലാണ് നിനക്ക് ഷോ എന്ന് തോന്നിയ ഞങ്ങളെ പോലുള്ള പാവം ഗേൾസ്? എല്ലാ രീതിയിലും. എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ ഒരുക്കം, സൗന്ദര്യം, സൗന്ദര്യം. ശരാ, ഞങ്ങൾക്ക് ജന്മനാ ദൈവം ഇച്ചിരി സൗന്ദര്യം കൂടുതലൊന്നും, അതൊരു തെറ്റാണോ? ഞങ്ങളുടെ തെറ്റാണോ? നിങ്ങളെ തെറ്റല്ല, പക്ഷെ അത് ഷോ കാണിക്കണം നിങ്ങളെ തെറ്റാണ്. ആ ഷോ അങ്ങനെ സൗന്ദര്യം ആയിക്കോട്ടെ, പക്ഷെ ഷോ കാണിക്കരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അവൻ എന്തോ പെൺപിള്ളേരെ വലിയ താല്പര്യമില്ല. റോയൽ ബോയ്സിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ, നോ എൻട്രി ഫോർ ഗേൾസ്. യെസ്. ആ അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ഷോയിൻ്റെ ആൾക്കാരാണോ? നമുക്ക് കുറച്ച് നല്ല ഭംഗിയും മുടിയും ചിരിയൊക്കെ തന്നോ? ഞാൻ ഷോ ഒന്ന് കാണിക്കട്ടെ. അങ്ങനെയാണ് എന്റെ വിചാരം, എനിക്ക് അറിഞ്ഞൂടാ, അത് ബാക്കിയുള്ളവർക്ക് അറിയാവൂ. അറിയുള്ളൂ. നിനക്ക് എന്താ തോന്നുന്നു, മോൾക്ക് ഒരു ചെറിയ ഷോ ഓഫ് ഉണ്ടോ? അതോ ചെറുതായിട്ടില്ലാതെ ഇല്ല. ചെറുതായിട്ടില്ലാതില്ല. കണ്ടോ, അതാണ് അഭിപ്രായം, അവന്റെ തുറന്ന അഭിപ്രായം അതാണ്. അത്യാവശ്യം ഷോ ഒക്കെ നമ്മൾ ഷോ കാണിക്കുന്നതല്ല, വി ആർ ടാലന്റഡ് ഇനഫ്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല, നമ്മുടെ കുറ്റമല്ല. ആ എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ്? പെൺകുട്ടികളുടെ മാത്രം എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടോ? ഒന്നുമില്ല. ക്ലാസ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ക്ലാസ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് ഗ്രൂപ്പ് ഉണ്ട്. അമ്മയ്ക്ക് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, ഫാമിലിയുടെ ഗ്രൂപ്പും ഉണ്ട്. അമ്മയ്ക്കുണ്ട്. അമ്മയുടെ ഗ്രൂപ്പിന്റെ പേരും എല്ലാം അറിയോ? മൈ ശ്രീധര ഭവനം ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ആ ഫാമിലി ഗ്രൂപ്പാണ്, കുഴപ്പമില്ല. ഇനി മോന് ഈ ക്ലാസ് ഗ്രൂപ്പ് അല്ലാതെയുള്ള ഗ്രൂപ്പ് മതി. ബോയ്സിന്റെ മാത്രം 3-4 പേര്, നിങ്ങൾ 2 പേരായിട്ടുള്ള ഗ്രൂപ്പ്. ചിൽ ബ്രോസ്. ചിൽ ബ്രോസോ? ഓക്കെ. ആ ആരൊക്കെയുണ്ട്? ആരൊക്കെയാണ് ഇതിൽ ചില്ലുകള്? കുറെ പേരുണ്ട്. അതിൽ ഏറ്റവും ചില്ല് ആരാണ്? ഏറ്റവും ചില്ലസ്റ്റ് ഗൈ ദേവാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്താ ഗേൾസിനെ, അപ്പൊ അതിലും ഗേൾസ് ഇല്ല? ഇല്ല. എന്താ നിങ്ങൾ എന്താ ഈ ഗേൾസിനെയും കൂടെ കൂട്ടി എന്താ കുഴപ്പം എന്നാ? അല്ല, അവൻ പറഞ്ഞ കാരണമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു ഞങ്ങൾ ഷോ ആണെന്ന്? എന്ത് രീതിയിലാണ് തോന്നുന്നത്? അതൊന്ന് പറഞ്ഞേ. എങ്ങനെയാണ്? അതൊന്നും അറിയണമല്ലോ. ഞങ്ങൾ ഇത് മോള് ഷോ ആണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയില്ല. കുഞ്ഞ് വളരെ കാര്യമായിട്ട് ഇവിടെ വന്ന് നിന്നു, മിടുക്കിയായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല ഞങ്ങളിങ്ങനെ ഷോ കാണിക്കുന്നത്? ഞങ്ങളിങ്ങനെ ടാലന്റഡ് ആയെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല? അതാണോ? അല്ല, ടാലന്റഡ് ആയിക്കോ, പക്ഷേ പുറത്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടി എടുത്ത് കാണിക്കോ. പുറത്ത് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ഞങ്ങളുള്ളത് നല്ല മിനുക്കപ്പെടുത്തി വെച്ച് നന്നായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ മുടിയും ചെയ്യാണ്ട് ഇതും ചെയ്യാതെ ഇതായിട്ട് നടക്കുന്നതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഞങ്ങളുടെ കുറ്റമല്ല. എന്ത് രീതിയിലാണ് അങ്ങനെ തോന്നിയത്? സംസാരിക്കുന്ന രീതിയിലാണോ, നടക്കുന്ന രീതിയിലാണോ, നോട്ട് ചോദിക്കുമ്പോൾ തരാതിരിക്കുന്നതിലാണോ? സംസാരിക്കുന്ന രീതി. സംസാരിക്കുന്ന രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഷോ ഇല്ല? നമ്മൾ തരക്കേടില്ലാതെ പോകുന്നു. നിങ്ങൾ ഇപ്പൊ തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നു, ഞങ്ങൾ ഷോ കാണിച്ച് ജീവിക്കുന്നു. അപ്പൊ പെൺപിള്ളേര് ഷോ നടത്തണമെന്നാണ് ബോയ്സ്? അല്ല, ചിലവർക്ക് മാത്രമേ ഷോ ഉള്ളൂ. എനിക്ക് ഷോ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇല്ലാതെ ചെറിയ രീതിയിൽ. ചെറിയ രീതിയിൽ. ചേച്ചിക്ക് 3 ഷോ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ എന്തായാലും എനിക്കത് ഇഷ്ടമായി. ബോയ്സിന് ഞങ്ങളുടെ ഷോ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക്. ഓക്കെ, സാരമില്ല, വളർന്ന് വലുതാവുമ്പോഴത്തേക്കും സെറ്റായിക്കോളും, പേടിക്കുകയേ വേണ്ട, ഇതങ്ങ് ശീലമാവും നിങ്ങൾക്ക്. ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് തന്നെ ആ 3rd റൗണ്ട് കഴിഞ്ഞു. നിങ്ങളുടെ നിക്ഷേപത്തെ ഞങ്ങൾ വിലമതിക്കുന്നു. RG ഗ്രൂപ്പ്. ഇനി ഓ ടീമിലേക്ക് ഞങ്ങൾ വരാൻ പോവാണ്. റെഡിയാണോ ചോദ്യങ്ങൾ കേൾക്കാനായിട്ട്? റെഡിയാണ്. റെഡി സർ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്. കൗമാരപ്രായത്തിൽ തന്നെ പ്രശസ്തനാക്കിയ ബേബി ബേബി എന്ന ഗാനം ഹിറ്റായതിന് പിന്നിലെ കലാകാരൻ ആരാണ്? കൗമാരപ്രായത്തിൽ തന്നെ അദ്ദേഹം ഭയങ്കര സൂപ്പർ വൈറലായി, അതായത് ഗ്ലോബൽ സെൻസേഷനൊക്കെ അദ്ദേഹമായി മാറി. ബേബി ബേബി എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. അറിയോ? നിങ്ങൾക്കറിയോ? അറിയാം. ആ പാട്ടൊന്ന് മൂളാൻ പറ്റുമോ? വെറുതെ ഒന്ന് നോക്കി നോക്കിയേ. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. ബേബി ബേബി കേട്ടിട്ടില്ല ചേച്ചി, അതിലോട്ടില്ല. കദളി വാഴയിൽ നിൽക്കുകയാണ്, ഞങ്ങൾ മനസ്സുടക്കി നിൽക്കുകയാണ്. ഇല്ല, ഒരു ഐഡിയ ഇല്ല. ഉത്തരം കുട്ടികൾക്കറിയാം. ഏതാണെന്ന് പറഞ്ഞേ. ജസ്റ്റിൻ ബീബർ എന്ന് കേട്ടിട്ടുണ്ടോ ചേച്ചി? ഭയങ്കര ഇപ്പോഴത്തെ സെൻസേഷൻ ആയിട്ടുള്ള ഒരു പേരാണത്. ഒന്ന് ഓർത്ത് വെച്ചേരെ. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്കാണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ടോയ് ബ്രാൻഡ് ഫേമസ് ഫോർ ബിൽഡിംഗ് ബ്ലോക്ക് സെറ്റ്സ്? ബ്ലോക്ക് സെറ്റുകൾ നിർമ്മിക്കുന്നതിൽ പ്രശസ്തമായ കളിപ്പാട്ട ബ്രാൻഡിന്റെ പേരെന്താണ്? നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കുമല്ലോ. ബ്ലോക്ക് സെറ്റുകൾ ഉണ്ടാക്കുന്ന പ്രശസ്തമായ ടോയ് ബ്രാൻഡാണത്. അറിയില്ല. സാറിന് ഒരു ഐഡിയ ഇല്ല. മക്കൾക്കറിയോ? ലെഗോ. ശരി ഉത്തരം. അറിയില്ല, അവർ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ സാർ? ഇങ്ങനത്തെ ഉള്ള
ബിൽഡിംഗ് ബ്ലോക്സ് ഒന്നും ഞങ്ങൾ ശ്രദ്ധയപ്പെടുന്നതല്ല. ഇത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഹൂ ഈസ് ദ ഫസ്റ്റ് മലയാളി ടു വിൻ ആൻ ഓസ്കർ? ഓസ്കർ നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? റസൂൽ പൂക്കുറ്റി. ശരി ഉത്തരം. ഏതാ സിനിമ എന്നുള്ള ഐഡിയ ഉണ്ടോ സാറേ? മറന്നുപോയി. എന്നാലും റസൂൽ പൂക്കുറ്റി കറക്റ്റ് ആൻസർ. സിനിമ അറിയോ നിങ്ങൾക്ക്? അറിയത്തില്ല. ഓക്കെ, അപ്പോൾ റസൂൽ പൂക്കുറ്റി കറക്റ്റ് ആൻസർ ആണ്. സ്ലം ഡോഗ് മില്യനെയർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ഓസ്കർ കിട്ടുന്നത്, ശബ്ദ മിശ്രണത്തിന് വേണ്ടി. ഓക്കെ, അടുത്ത. വിച്ച് സീരീസ് ഹാസ് ദ ക്യാരക്ടർ നെയ്മഡ് ഖലീസി? ഖലീസി എന്ന കഥാപാത്രം ഏത് സീരീസിലേതാണ്? ഖാൻ്റെ ഖായാണ്. ഇനി ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഇത്രയും കാലമായിട്ട് എനിക്ക് കിട്ടാത്തൊരു വാക്കുണ്ട്. 17 years in media, ബട്ട് എനിക്ക് ശരിയായിട്ടേ വന്നിട്ടില്ല ആ വേർഡ്. ശേഷം. എൻ്റെ ശേഷം ഇസ് വെരി റോങ്. എനിക്കത് പറ്റിയിട്ടില്ല. അയ്യോ, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞിട്ടെന്നൊക്കെയാണ് പറയുന്നത് ചേച്ചി. അതുകൊണ്ട് ഖലീസി. ഖലീസി ഏത് കഥാപാത്രം ഏത് സീരീസിലാണ് നിങ്ങൾക്കറിയോ? അറിയില്ല. നോ ഐഡിയ. ഗെയിം ഓഫ് ത്രോൺസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട് സാറേ. വിച്ച് പ്രോഡക്റ്റ് കാറ്റഗറി ഈസ് Canon EOS 5D a part of? Canon EOS 5D ഏത് തരം ഉൽപ്പന്നമാണ്? Canon, Nikon എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സാറേ? എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്ന് ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഏതുമായിട്ട്? ഇലക്ട്രോണിക്സ് ആണ്. എന്നാൽ ഏതിൻ്റെ ഭാഗമാകാനാണ് സാധ്യതയുള്ളത്? Canon, CANON. Canon നമ്മൾ ഈ ചിലപ്പോൾ ചില സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോൾ നമ്മൾ എഴുതി വെച്ചേക്കുന്ന കാണാം. ക്യാമറയാണ്. എന്തായാലും അവർക്ക് അതിൽ പോയിന്റ്സ് കൊടുക്കാം. ശരി ഉത്തരം, ക്യാമറ. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ 3 റൗണ്ടുകളും കഴിയുമ്പോൾ നമ്മുടെ സ്കോർ നില നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. ഓ ടീമിന് ലഭിച്ചിരിക്കുന്നത് 14 പോയിന്റ്സ് ആണ്. അടിപൊളി. ഇനി ഞങ്ങളുടെ വൈറ്റ് ടീമിന് ലഭിക്കുന്നത് 19 പോയിന്റ്സ് ആണ്. അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ യൂത്തും ഓൾഡും പടവെട്ടി മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു ദ ജനറേഷൻ വൈ. അപ്പോൾ ഇനി ഞങ്ങളുടെ 2 ടീംസിനും ഞങ്ങൾ ഇവിടെ ഇതാ ഗിഫ്റ്റ്സ് നൽകാൻ പോവുകയാണ്. ആദ്യം തന്നെ ഗിഫ്റ്റ്സ് ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങളുടെ ഓ ടീമിനെ മുന്നോട്ട് ക്ഷണിക്കാം. ഓ ടീമിന് നമ്മളിവിടെ നൽകാൻ പോകുന്നത് സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കൂടാതെ ക്യാഷ് പ്രൈസ് ഉണ്ട്. പിന്നെ മെമന്റോസും കൂടി വെക്കട്ടെ. സോ നമ്മുടെ വിജയികളായിട്ടുള്ള വൈ ടീമിനെയാണ് ഞാൻ ഇനി വിളിക്കാൻ പോകുന്നത്. ടീം വൈ. ഇവർക്ക് ലഭിക്കുന്നത് സജ്നാസ് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും ദ ഗോർമേ ഹൗസ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. കൂടാതെ ഇവർക്കൊരു ക്യാഷ് പ്രൈസ് ഉണ്ട്. 3000 rupees ക്യാഷ് പ്രൈസ് ഉണ്ട്. ഇനി ഇവർക്ക് മെമന്റോസ് കൂടി ഞങ്ങൾ നൽകുകയാണ്. അപ്പോൾ ദേ കണ്ടില്ലേ, ഓരോ ദിവസത്തെ എപ്പിസോഡ്സ് കഴിയുന്തോറും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങളുടെ YX. ഇവർക്കറിയുന്ന പല കാര്യങ്ങൾ നമ്മുടെ വലിയ തലമുറയ്ക്ക് അറിയത്തേയില്ല. അവർക്കറിയുന്ന പല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. സോ ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള ഒരു വലിയ കോൺട്രാസ്റ്റ് ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാനായിട്ടൊരു ശ്രമം ഈ ഒരു വേദിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ഷോ ഇഷ്ടമാകുന്നു എന്ന വലിയ വിശ്വാസത്തോടെ till the next time we meet, this is RJ Media 360 presenting YXO Kerala. Winding up. Gift sponsored by Chichi
The Gourmet House,